കുട്ടമ്പുഴയിൽ കാട്ടാനക്കൂട്ടം പുഴ നീന്തിക്കടന്നെത്തി കൃഷി നശിപ്പിച്ചു. നിരവധി തെങ്ങും തെങ്ങിൻ തൈകളും കവുങ്ങും വാഴയും ചവിട്ടിയും പിഴുതെറിഞ്ഞും നശിപ്പിച്ചു. കുട്ടമ്പുഴ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തായാണ് ജനങ്ങളെ ഭീതിയിലാഴ്ത്തി കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. കുട്ടമ്പുഴ പഞ്ചായത്ത് ഓഫീസിന് സമീപം താമസിക്കുന്ന എബി കുര്യാക്കോസിന്റെ പുഴയോരത്തോട് ചേർന്ന കൃഷിയിടത്തിലാണ് കാട്ടാനക്കൂട്ടം പുഴ നീന്തിക്കടന്ന് എത്തിയത്. പറമ്പിൽ നിന്നിരുന്ന വാഴയും തെങ്ങും കവുങ്ങും പ്ലാവും തെങ്ങിൻ തൈകളുമെല്ലാം ആനക്കൂട്ടം തിന്നും പിഴുതെറിഞ്ഞും ചവിട്ടിമെതിച്ചും നശിപ്പിച്ചു. 8 ആനകൾ ഉണ്ടായിരുന്നുവെന്ന് എബി കുര്യാക്കോസ് പറയുന്നു. ഈ കഴിഞ്ഞ രാത്രി വ്യാഴാഴ്ച രാത്രി 11 കൂടി ഒരു കൂട്ടം ആന, ഒരു 5-8 ആന കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ നമ്മുടെ പരിസരത്ത് പുറത്ത് കയറി ഇവിടെ ഉണ്ടാകുന്നൊരു 5-8 തെങ്ങുണ്ടായിരുന്നു. അതിൽ ഒരു 3 തെങ്ങ് ഭാഗ്യമായിട്ട് മൊത്തം മറിച്ച് കളഞ്ഞു. ബാക്കി ഒരു 3-4 തെങ്ങ് വേറെ ഭാഗ്യമായിട്ട് നിൽക്കുകയാണ്. കുറച്ച് അടക്കാമ്പരം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തെങ്ങും തൈയുണ്ട്, വാഴയുണ്ട്, പ്ലാവുണ്ട്. ഇതൊക്കെ നശിപ്പിച്ച ഒരു പരിയായിട്ടുണ്ട്. നമ്മുടെ പുറവശത്തിൽ കടന്ന് നേരെ അക്കരയിൽ നിന്നാണ് സാധനം കടന്നു വന്നിരിക്കുന്നത്. ഒരു കൂട്ടമുണ്ട്. അവിടെ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം. അവിടെ തെളിഞ്ഞിറങ്ങുന്ന പ്രദേശം ഊർന്നിറങ്ങിയതാണ് ആന. അവിടെ നിന്ന് കയറി ഇവിടെ വന്ന് നമ്മുടെ പറമ്പിലിറങ്ങി ഈ പറമ്പിൽ നിന്ന് ഇവിടെ നമ്മുടെ സൈഡിലിരുന്ന തെങ്ങാണ് മറിച്ച് കളഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ പറമ്പിലേക്ക് കുത്തിക്കയറാൻ വേണ്ടി ആന കയറി മുകളിലേക്ക് കാല് വെച്ച് കയറി. പക്ഷെ അങ്ങോട്ട് കയറാൻ പറ്റാത്തതാണ് അവിടെ തിരിഞ്ഞ് നേരെ താഴത്തേക്ക് ഇറങ്ങി. ഇവിടെ സൈഡിൽ കിടന്ന തെങ്ങ് കാണാം, നിങ്ങൾക്ക് കണ്ടറിയാലോ, ഇവിടെ മൊത്തം കാണാം. എന്നിട്ട് ഇവിടുന്ന് ഒരു 12-3 മണിയാകുമ്പോൾ ഇവിടുന്ന് ആ സാധനം പോയിന്നത് നമ്മൾ കണ്ടിട്ടില്ല. കഴിഞ്ഞ രാത്രിയാണ് വന്നത്. അടുത്ത പറമ്പിൽ ചെന്ന് കയറിയപ്പോൾ അവിടെ ആൾക്കാർ അറിഞ്ഞ് ഒച്ചയുണ്ടാക്കി ഫോറസ്റ്റുകാർ വന്നാനെ ഓടിക്കണേ. നമുക്ക് ഇതിനെന്തെങ്കിലും പരിഹാരം, ഇത് ആദ്യമായിട്ടുള്ള സംഭവം അല്ലാതെ വർഷങ്ങളായിട്ട് നമ്മൾ നേരിടുന്ന പ്രശ്നമാണ്. ഇതിനെന്തെങ്കിലും പരിഹാരം കണ്ടില്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തീരും. അതിപ്പോൾ ഗവൺമെൻറ് ഒരു നടപടി എടുക്കണം അതിനു വേണ്ടി. കുട്ടമ്പുഴ പഞ്ചായത്തിൽ കാട്ടാനശല്യം രൂക്ഷമായിരിക്കുകയാണെന്നും മരണഭയത്തോടെയാണ് പ്രദേശവാസികൾ കഴിയുന്നതെന്നും എബി കുര്യാക്കോസിന്റെ ബന്ധുവും കുട്ടമ്പുഴ പഞ്ചായത്ത് അംഗവുമായ ജോഷി പൊട്ടക്കൽ പറയുന്നു. പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമായിരിക്കുകയാണ്. പണ്ട് കാടിനോട് ചേർന്നുള്ള ജനവാസ മേഖലയിലാണ് കൂടുതലായിട്ട് ശല്യം ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നലെ കുട്ടമ്പുഴ പഞ്ചായത്തിൻ്റെ ആസ്ഥാനത്തോട് തൊട്ട് ചേർന്ന് നമ്മുടെ ഹൈവേയുടെ ഒരു 50 മീറ്റർ അപ്പുറത്ത് നദി ക്രോസ് ചെയ്തുകൊണ്ട് ആ കുഞ്ഞു കുട്ടികളടക്കുന്ന ആനക്കൂട്ടം കടന്നു വരികയും പൊട്ടക്കൽ എബിയുടെ ആ കൃഷിയുടെ മുഴുവൻ നശിപ്പിക്കുകയും ഉണ്ടായി. ഇപ്പോൾ നമ്മുടെ കുട്ടമ്പുഴ ടൗണ് പോലും കാട്ടാനയുടെ ഈ ആക്രമണത്തിൽ ആളുകൾ മരിക്കുമോ എന്നുള്ള ഭയത്തിലാണ് ആളുകൾ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത്. കുട്ടമ്പുഴ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും നാളെ ആര് മരിക്കും അല്ലെങ്കിൽ ആര് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടും എന്നുള്ള ഒരു ഭീതിയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. MLAയും സർക്കാരും കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഈ വന്യമൃഗശല്യത്തിനൊരു ശാശ്വതമായ പരിഹാരം കാണണം എന്നാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് സർക്കാരോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.